ഹലോ എവറി വൺ, ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. അപ്പം ഇന്നത്തെ മോർണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം 2026 വേൾഡ് കപ്പ് അവസാനിച്ചു അല്ലേ. അപ്പം അതിൽ സ്പെയിൻ ജയിച്ചു, അർജൻറ്റീന തോറ്റു. അപ്പം ഇതിൻ്റെ പിന്നിൽ ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും കാരണങ്ങളുണ്ടാവും അല്ലേ. അത് തോൽവിക്കാണെങ്കിലും വിജയത്തിനാണെങ്കിലും ബിഹൈൻഡ് ഒരു റീസൺ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഞാൻ എന്തിനാണ് ഇതിപ്പോൾ പറയുന്നത് എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. അപ്പം ആ ട്രാൻസ്ഫോർമേഷനിൽ ഈ ഒരു വേൾഡ് കപ്പിൽ അർജൻറ്റീനയുടെയും സ്പെയിൻ്റെയും എഫേർട്ട്, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് കളിച്ച് ഇത്രയും രാജ്യങ്ങളിൽ നിന്നും മുന്നേറി ഫൈനലിലെത്തിയവരാണ്. അപ്പം അവർ അതിൻ്റെതായ എഫേർട്ട് എടുത്ത് അവരെ മൈൻഡ് സെറ്റൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാണ് അവർ ഈ വിജയത്തിലേക്ക് എത്തിയത്. ഇതുപോലെ നമ്മുടെ ജീവിതവും വിജയത്തിലേക്ക് എത്തേണ്ടതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ആ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ വിജയിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, ഈ തെറ്റ് നമ്മൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് ക്ലാസ്സിലൂടെ കുറഞ്ഞ സമയം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഷംന സോഫിയ, ട്രാൻസ്ഫോർമേഷൻ കോച്ച്, ഹാപ്പിനെസ് ഹാൻഡ് ഹോൾഡറാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും സന്തോഷവും സമാധാനവും നിലനിർത്തുന്ന ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാം. 100 ഡേ ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇതിൻ്റെ താഴെ തന്നെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലേക്കോ വാട്സപ്പ് നമ്പറിലോ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം അർജൻറ്റീനയുടെ പരാജയം അത് കുറേ ആളുകളെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ബെറ്റ് വെച്ചവരുണ്ടല്ലേ, അത് ചെയ്യും ഇത് ചെയ്യും, അർജൻറ്റീന ജയിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണാം. പക്ഷെ അതിലുപരി കുറേ ആളുകൾ അർജൻറ്റീന തോൽക്കണം എന്ന് പറയുന്നവരുണ്ട്. ഏതൊരു ടീമിനും അനുകൂലിക്കുന്നവരും ഒപ്പോസ് ചെയ്യുന്ന ആളുകളും ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പം ഇവിടെ അർജൻറ്റീനയെ കാണിച്ചൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ സക്സസ്സിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും, എനിക്കത് തരണേ, എനിക്ക് തരണേ, എനിക്കത് കിട്ടിയതായിട്ട് ഫീൽ ചെയ്തൊക്കെ നമ്മളിങ്ങനെ വിഷ്വലൈസേഷനും അഫോർമേഷനൊക്കെ കൊടുക്കും, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ആരുടെ ജീവിതത്തിലാണെങ്കിലും. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ ടൂളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഫീലിങ്ങിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആക്ഷൻ എടുക്കണം എന്ന് അവിടെ പറയലുണ്ട്. അപ്പം ആക്ഷൻ എടുക്കുന്ന സമയത്തും നമുക്ക് ഈ ആക്ഷനും മാനിഫെസ്റ്റേഷനും നടക്കുമ്പോൾ നിങ്ങൾ മൈൻഡ്ഫുള്ളായിട്ടിരിക്കണം. മൈൻഡ്ഫുള്ളായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മൾ ഓപ്പർച്യൂണിറ്റികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ അർജൻറ്റീനക്ക് ഗോൾ അടിക്കാൻ കിട്ടിയ പല ഓപ്പർച്യൂണിറ്റികളും എന്ത് ചെയ്തില്ല, അർജൻറ്റീന മിസ് ചെയ്തു എന്നുള്ളതാണ്. അത് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ആ ഒരു ഫൈനലിൽ കളിക്കുന്ന സമയത്ത് തന്നെ ആ സ്പെയിൻ്റെയും അർജൻറ്റീനയുടെയും കളി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അവർക്ക് ഭയങ്കര ഒരു ഇത്രയും നാൾ കളിച്ച അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഈ ഒരു ലാസ്റ്റ് ഫൈനലിൽ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ കോച്ചിൻ്റെ എന്തെങ്കിലും തെറ്റായ ടാക്ടിക്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ കറക്റ്റ് ഇൻഫോർമേഷൻ പാസ് ചെയ്യാത്തതോ, ശരിയായ സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ആളുകളെ ഇറക്കാത്തതോ, അല്ലെങ്കിൽ ഓരോരുത്തരെയും നിൽക്കേണ്ട സ്ഥാനത്ത് നിർത്താത്തതോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ കളിക്കുന്ന അതിനനുസരിച്ച് അവരെന്ത് ചെയ്യണം, സ്ട്രാറ്റജിയൊക്കെ മാറ്റി കളിക്കാം. അപ്പോൾ സ്ട്രാറ്റജിക്കലായിട്ടുള്ള മിസ്റ്റേക്ക് ആവാം, അല്ലെങ്കിൽ അവർക്ക് കാര്യക്ഷമമായിട്ട് ആ ഗോൾ അടിക്കാൻ പറ്റാത്ത ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു ടീം അതിനേക്ക് സെറ്റ് ചെയ്യാൻ പറ്റാത്ത ചില മിസ്റ്റേക്കുകളാണ് അവിടെ നമുക്ക് കാണാൻ പറ്റിയത്. രണ്ടാമത്തത്, നല്ല ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു, ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല ആ കോൺഫിഡൻസിൻ്റെ പിന്നിൽ നല്ല പ്രഷറും ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ അവർക്കൊരു ശ്രദ്ധ നഷ്ടപ്പെടുകയോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആശയവിനിമയ കമ്മ്യൂണിക്കേഷനിൽ മിസ്റ്റേക്ക് വരികയോ,
തെറ്റായ തീരുമാനങ്ങൾ ചില സമയത്ത് അവരെടുത്തതൊക്കെ കാരണമായിരിക്കാം എന്ത് ചെയ്തത്, രണ്ടാമത്തെ റീസൺ കൊണ്ട് അവർ ഔട്ടാവാൻ കാരണം. അപ്പോൾ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം എനിക്ക് ഊന്നി പറയേണ്ടത്, നമ്മുടെ എല്ലാവരുടെയും വിജയത്തിന് പിന്നിലും ഈ രണ്ട് കാരണങ്ങളുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റികളെ, ഇവിടെ ഗോൾ അടിക്കാൻ കിട്ടിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റികളെ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റികളെ നമ്മൾ കാണാതെ പോവാൻ പാടില്ല. അതിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് തുറന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ ഗോളിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കണം എന്ന ഒരു മാനിഫെസ്റ്റേഷൻ മാത്രം പോരാ, ആക്ഷൻ എടുക്കണം. അതിന് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവണം. സ്ട്രാറ്റജിക്കലായിട്ടുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാവണം. അത് ഫെയിലിയർ ആയാൽ സ്ട്രാറ്റജി വീണ്ടും മാറ്റാം. സ്ട്രാറ്റജി വീണ്ടും മാറ്റാം. വീണ്ടും ഫെയിലിയറായ സ്ട്രാറ്റജി സക്സസ് ആവുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ആക്ഷൻ എടുത്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും വിഷ്വലൈസ് ചെയ്താലും മാനിഫെസ്റ്റ് ചെയ്താൽ 100% കിട്ടും എന്നൊക്കെ പറയാം. 100% കിട്ടും. അതിൻ്റെ കൂടെ ആക്ഷൻ വേണം, കൃത്യമായിട്ടുള്ള ആക്ഷൻ വേണം എന്നുള്ളത് നമുക്കറിയാം. പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് നമ്മളൊരു ഗോളിലേക്ക് സെറ്റ് ചെയ്ത് അലൈൻ ചെയ്ത് നമ്മൾ അത് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ഫുൾ ഫോക്കസ്, നമ്മളെ ബാക്കിയുള്ള കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മൾക്ക് വൺ ഗോളാണ് അല്ലേ, ആ 1000 ഗോളിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് ഈ 1 ഗോൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര പ്രയത്നത്തിലാണ് നിങ്ങൾ. ഈ പ്രയത്നത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഒന്ന് കാമാവുക. അതിനാണ് നിങ്ങളോട് ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നത്, അഫർമേഷൻ ചെയ്യാൻ പറയുന്നത്, ജേർണലിങ് ചെയ്യാൻ പറയുന്നത്. ജേർണലിങ് നിങ്ങളെ സ്ട്രെസ്സ് കുറയ്ക്കും. മെഡിറ്റേഷൻ നിങ്ങൾക്ക് കാംനെസ്സിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. അപ്പോൾ ഈ കാംനെസ്സിനെയും സ്ട്രെസ്സൊക്കെ കുറച്ച് നിങ്ങൾക്ക് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുത്ത് കറക്റ്റായിട്ട് മുമ്പോട്ട് പോകാനാണ് ഈ മെഡിറ്റേഷനും ജേർണലിങ്ങും ഒക്കെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മളെ ട്രാൻസ്ഫോർമേഷൻ ടൂൾസിൻ്റെ ഈ 7 ടൂളും യൂസ് ചെയ്യുന്നത് എന്തിനാണ്? അത് നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും നിങ്ങളെ സഹായിക്കുന്ന ടൂളുകളാണ്. മനസ്സിലായോ? അപ്പോൾ ഓരോന്നിൻ്റെതായ സമയത്ത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിനെ മാക്സിമം സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ആ മാനിഫെസ്റ്റേഷനും ആക്ഷനും എല്ലാം ചെയ്യുന്നതിന് കൂടെ സക്സസ്സിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് വരുന്ന ഈ മിസ്റ്റേക്കുകൾ ആവർത്തിക്കാതിരിക്കുക. നമ്മൾ വിജയിക്കുന്നോളം, നമ്മൾ സക്സസ് ആവുന്നോളം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സമയത്ത് ചെയ്തു അതിലേക്ക് വന്നോളും എന്നുള്ളത് കുറച്ച് ആക്ഷനും എടുത്ത് പിന്നെ ഒരു ഗ്രോത്തിലേക്ക് പോകുന്നതിന്, സോൺ മാറുന്നതിനെ തടയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോൾ വിജയിക്കുന്നുണ്ടോ ആ വിജയിക്കുന്നോടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ എഫേർട്ട് എടുക്കണം, അതിന് വേണ്ടി വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ചിന്തകളിലൂടെ കടന്നു പോകണം. നിരന്തരമായിട്ട് നിങ്ങളെ ചിന്തകളിലൂടെ ഇത്തരം കാര്യങ്ങൾ കടന്നു പോകണം. അപ്പോൾ ഞാൻ അർജൻറ്റീനൻ്റെ ഒരു റീസൺ എനിക്ക് തോന്നി എൻ്റെതായ റീസൺ പറഞ്ഞു എന്നുള്ളൂ. ആ റീസൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സക്സസ്സിനെ, നിങ്ങളെ ഗോളിനെ എങ്ങനെ ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങളെ ഇതിലൂടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മോർണിംഗ് ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ താങ്ക് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു മോർണിംഗും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. വീണ്ടും മറക്കണ്ട, 100 ഡേ ട്രാൻസ്ഫോർമേഷൻ ജേണി അത് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ടാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുക്കുക, അവരെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ക്ഷണിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.